ഹലോ, നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒന്ന് സീനറിയൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പുതിയ വീട്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ ആളാണ് ഈ വരുന്നത്, ഏതൻസ് ഗാർഡൻ എന്ന് യൂട്യൂബ് ചാനലിൽ പേരിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വീടായത് കാരണം പുതിയ യൂട്യൂബ് ചാനൽ പുതിയ വീടിൻ്റെ വീഡിയോ ആയിട്ട് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. വീടിൻ്റെ പേര് വന്നേക്കുന്നത് ഏതൻസ് വില്ല എന്നാണ്, ഏതൻസ് വില്ല ആഞ്ഞിരിക്കൽ. അപ്പോൾ ഇതാ ഞങ്ങൾ 5 പേരുണ്ട്, 5 പേരും അതുപോലെ തന്നെ 5 കിളികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നെയിം പ്ലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് വാഞ്ചിയോ ആർട്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിന്നാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്കതെല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് ലിവിങ് ഏരിയ ഇതാണ്. അപ്പോൾ നമ്മളിത് പ്രെയർ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. ഈ ഒരു പ്രെയർ ഏരിയയിൽ ഇങ്ങനത്തെ ഇൻറ്റീരിയർ വർക്ക് നമുക്ക് ചെയ്ത് തന്നേക്കുന്നത് ജെയിംസ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഞാൻ എന്താ പറയുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആളുടെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. നല്ല ഭംഗിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ഗ്ലാം ഡിസൈൻസിൻ്റെ എന്താ പറയുക, ഇൻറ്റീരിയർ വർക്കും ആൾ തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പെരവാസ്തുലിക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ വർക്കെല്ലാം. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എവിടെ നിന്നാണ് ചെയ്തത്, ആരാ ചെയ്തത്, കോൺടാക്ട് നമ്പർ ഉണ്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും നമ്പർ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പ്രെയർ ഏരിയ വരുന്നത്. നമ്മൾ ഈ എന്താ പറയുക ഓരോ ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇതിനെല്ലാം ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടണമല്ലോ. അപ്പോൾ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ എന്ന് പറയുന്നത് വിശുദ്ധ മോനിക്കയാണ്. അപ്പോൾ മോനിക്കയുടെ സ്റ്റാച്ചു കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കപ്പ്യാർ ഇവിടെ കൊണ്ടുവന്നിട്ട് സെൻറ്റ് മോനിക്കയുടെ ഒരു പിക്ചർ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ വേറെ നോക്കുന്നുണ്ട്, കിട്ടുവാണെങ്കിൽ അത് കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മാസത്തെ കുടുംബ യൂണിറ്റ് നമ്മുടെ വീട്ടിലാണ്. അപ്പം എന്താ പറയുക, മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മാതാവിനെ കുറച്ചിങ്ങനെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് മാതാവിനെ നിലത്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ കിടാവിളക്കായിട്ട് എല്ലാ ദിവസവും കത്തിക്കും കേട്ടോ. എല്ലാ ദിവസവും കത്തിക്കും. അതിങ്ങനെ സ്ഥിരം കത്തിക്കണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടെ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരണത്. പിന്നെ വരണത് നമ്മുടെ ടി വി യൂണിറ്റും ഡൈനിങ് ഏരിയയും കൂടി ഒരുമിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം പ്രെയർ ഏരിയയിൽ ടി വി യൂണിറ്റ് വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. അപ്പോൾ ടി വി യൂണിറ്റ് നമുക്ക് ചെയ്ത് തന്നേക്കുന്നത് ജെയിംസ് ചേട്ടനാണ്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. എൻ്റെ തയ്യൽ മെഷീനും അതുപോലെ തന്നെ അയൺ ബോക്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അയണിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടി ഒരു മൾട്ടിപർപ്പസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ അയൺ ചെയ്യാറുണ്ട്, തയ്യൽ ഇതുവരെ നടന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ലാപ്പൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ഏതൻകുട്ടൻ്റെ സ്റ്റഡി ഏരിയ ആണ്. എപ്പോഴും ഇത് നീറ്റായിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു. പിന്നെ അതിങ്ങനെ തന്നെ ഇങ്ങനെ ബുക്കൊക്കെ അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കബോർഡൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബുക്സൊക്കെ വലിച്ചു വാരിയിട്ടേക്കാണ് ഇങ്ങനെ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഈ ലിവിങ്ങിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു സംഗതി കേട്ടോ, നമ്മുടെ വീടിനെ ഏറ്റവും ഭംഗിയാക്കിയേക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു സീലിംഗ് വർക്ക്. ഇവിടെ വന്നവരെല്ലാവരും ചോദിച്ചിരുന്നു സീലിംഗ് വർക്ക് ആരാ ചെയ്തതെന്നുള്ളത്. സീലിംഗ് വർക്ക് ചെയ്ത് തന്നേക്കുന്നത് നമ്മുടെ ഒരു അങ്കിളാണ്. അങ്കിളുടെ ഒരു ഫ്രണ്ട് ജോഷി എന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടിയാണ് ചെയ്ത് തന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ലിവിങ്ങിലും ഡൈനിങ്ങിലും ചെയ്തിട്ടുണ്ട്. ഫുൾ ഏരിയ നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ, നമ്മുടെ എന്താ പറയുക കിച്ചൺ ക്യാബ്. ഇതാണ് നമ്മുടെ കിച്ചൺ ക്യാബിൽ നിറച്ച് സാധനങ്ങളാട്ടോ. എന്തോരം ഗ്ലാസ്സാണെന്നറിയോ, ഗ്ലാസും കപ്പൊക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ ഭയങ്കര ഇതിൻ്റെയൊക്കെ ഭയങ്കര ഭ്രാന്താണ്. നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ എന്തോരമാണെന്ന് നോക്ക്. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പുറത്തുണ്ട്, നിറയെ സാധനങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ കിച്ചൺ ക്യാബ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ അടുക്കളയാണ്. അടുക്കള എന്ന് പറഞ്ഞാൽ വർക്ക് ഏരിയയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഗ്യാസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് വർക്ക് ഏരിയയിൽ. വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന്
റോഡിൽ കൂടി പോണ എല്ലാവരെയും കാണാൻ പറ്റും. ഇതൊരു റോഡാണ്, ഒത്തിരി വണ്ടി വരുന്ന റോഡല്ല. ഇതിൻ്റെ അടുത്തൊരു പെയിൻറ് ഷെഡ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന ചേച്ചിമാരും വണ്ടിക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ് ചില സമയത്ത് ചേച്ചിമാരോടൊക്കെ വർത്തമാനം പറയുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്യാബും TV യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ സീലിംഗ് വർക്കും പിന്നെന്താ നെയിം പ്ലേറ്റ് ഒക്കെ ചെയ്തു തന്നിട്ടുള്ളവരൊക്കെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. നമ്മുടെ പിന്നെ ഈ ഫർണിച്ചർ സാധനങ്ങളെല്ലാം നമ്മൾ മറ്റേ ഇവിടെ നിന്നാട്ടോ, നെല്ലിക്കുഴി എന്ന് പറഞ്ഞ കോതമംഗലത്തെ നെല്ലിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. അവിടെ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ബെഡ്റൂമിലുള്ള അലമാര, അതുപോലെ തന്നെ കട്ടില് എല്ലാം നമുക്ക് നെല്ലിക്കുഴിയിൽ നിന്നാണ് വാങ്ങിക്കാൻ പറ്റിയത്. എല്ലാം കൂടി നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വീടിൻ്റെ നൈറ്റ് വ്യൂ വരുന്നത്. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഒരു പരിമിതിയിൽ നിന്നിട്ട് എടുത്തതാണ്. പിന്നെ ഇതാ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇത് കണ്ടോ, ഈശോനെയും ഔസിപിതാവിനെയും മാതാവിനെയും ഒക്കെ വെച്ചേക്കുന്ന ഈ ഒരു ഏരിയ ഫുള്ള് ഇത് കണ്ടോ, ഒരു ഇങ്ങനെ ക്രഷ് ചെയ്തേക്കുന്ന മാതിരി ഒരു പെയിൻറ്റിങ് വർക്ക്. അത് ആക്ച്വലി അത് എന്താ പറയുക, സ്റ്റിക്കറൊന്നുമല്ല, അത് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്, ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫുൾ നമ്മുടെ പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഫുള്ള് നമുക്ക് ചെയ്തു തന്നേക്കുന്നത് നമ്മുടെ കൂടെ പള്ളിയിൽ പഠിപ്പിക്കുന്ന, കാറ്റഗിസത്തിൽ പഠിപ്പിക്കുന്ന പ്രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാറാട്ടം. ആളാണ് നമ്മുടെ മുന്നത്തെ വീട്ടിലും പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിലൊക്കെ പെയിൻറ്റിങ് ചെയ്തു തന്നത് പുള്ളിയാണ്. ആള് നല്ല സൂപ്പറായിട്ട് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യും. അപ്പോൾ എന്താ പറയുക, ആള് വേറെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫുള്ള് വൈറ്റ് മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആള് നമുക്ക് വൈറ്റ് അടിച്ചാലും നമ്മുടെ ഇഷ്ടത്തിന് വൈറ്റ് അടിച്ച് തന്നു. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വേറെ ഡിസൈനൊക്കെ ചെയ്ത് നമുക്ക് തന്നിരുന്നേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഉണ്ണീശോയ്ക്ക് ഉണ്ട്, ഉണ്ണിക്കാണ്. അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.